ഗ്രൂപ്പിൽ അതിനിപ്പോൾ ആരുണ്ട് നമ്മള് അമ്മാവ് ഇങ്ങനെ പറഞ്ഞിട്ടെന്താ ഇത് അറിയിക്കേണ്ടതിൽ അറിയിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാൻ കേട്ടോ, പ്രധാനപ്പെട്ട നിങ്ങൾ ഈ തെഹ്ലിയ വരുമ്പല്ലേ ഈ ആണുങ്ങൾ കുറച്ച് ഒഴിവാക്കി കൊടുത്തിട്ട് ഓളടുത്തേക്ക് കുറച്ച് പെണ്ണുങ്ങളാക്കട്ടോ. ഗ്രൂപ്പിലുള്ള പോലെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ ഭയങ്കര പരാതിയാണ് കേൾക്കുന്നത്. ഇവളൊക്കെയുള്ള ആണുങ്ങൾ പൊതിഞ്ഞു കയറുക, പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാനാകുന്നില്ല. നിങ്ങൾ ഷാഫി വരുമ്പോൾ ഞാൾ ഇങ്ങനത്തെ കളി കളിക്കുന്നില്ലല്ലോ, ഉണ്ടോ? അതുകൊണ്ട് കുറേയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഓളൊരു പെണ്ണാണ്, അപ്പോൾ ഓൾ എരിയത്തേക്ക് പോകേണ്ടി പെണ്ണുങ്ങളാണ് എന്നുള്ളത് കുറച്ചൊക്കെ മനസ്സിലാക്കുക. എന്താ വെച്ചാൽ ഇന്ന് തന്നെ ഇപ്പോൾ ഒരു 3-5 ആൾ എന്നോട് ഇറങ്ങിക്ക് നോക്കും അറിയിച്ചാൽ പിന്നെ ഞങ്ങളൊന്ന് പറയണം ഗ്രൂപ്പിൽ, ഞാക്കൊരു ഫോട്ടോ എടുക്കാനോ ഞാക്കൊന്നും ഓളെ എരിയത്തേക്ക് പോകാനോ ഒന്നും അറിയില്ല. ഒരു പെണ്ണുങ്ങളെടുത്ത് ഒരു പെണ്ണുങ്ങൾക്കാന്ന് നിൽക്കാനും നോക്കാനൊക്കെ സുഖം. അതിന് ഈ ആണുങ്ങൾ ഫുള്ളായിട്ട് ഓളങ്ങ് പൊതിഞ്ഞളിയും. എന്നിട്ട് ഒരു പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു സെൽഫി എടുക്കാനോ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒക്കെ ഒരു കൈ കൊടുക്കാനോ ഒന്നും നിങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് അതിൽ നിങ്ങൾ കുറച്ച് വിട്ട് നിന്ന് തരണം. എന്താ വെച്ചാൽ ഞാളൊക്കെ പരിശ്രമിച്ചിട്ടാണ് ഓള് ജയിച്ചത്, അല്ലാണ്ട് വെറുങ്ങനെ അങ്ങ് ജയിച്ചു കിട്ടുക നിങ്ങളൊക്കെ ഉള്ള കളി കൊണ്ട് ജയിച്ചാലല്ല. ഞാളും ഒരുപാട് അധ്വാനം ചെയ്യും, അപ്പം ഞാക്കും ഉണ്ടാകും ഞാളേതായ ഒരു ആവേശമൊക്കെ. അപ്പോൾ കുറച്ച് നിങ്ങളൊന്ന് വിട്ട് നിന്നീര. എന്നിട്ട് പെണ്ണുങ്ങളൊക്കെ കുറച്ച് പെണ്ണുങ്ങളോളെ ഏരിയത്തേക്കാക്കുക, എന്നിട്ട് ആണുങ്ങളൊന്ന് വിട്ട് നിൽക്കുക. താത്ത, ആണുങ്ങൾക്കാണ് കാര്യമായിട്ട് തഹ്ലിയാനെ പിടിക്കേണ്ടത്. പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും തഹ്ലിയാനെ പോയി കാണാലോ. ആണുങ്ങൾക്ക് അങ്ങനെയല്ല, ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഓളെ കയ്യുമ്മ പിടിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ അവസരത്തില് അപ്പൊ എന്ത് ചെയ്യാ, ആണുങ്ങൾക്ക് മുന്നാക്കം കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ പെണ്ണുങ്ങളാണ് മാറി കൊടുക്കുക. പെണ്ണുങ്ങൾക്ക് ഒരു പെണ്ണിനെ എപ്പോ ചെന്നുകാണ്ടും പിന്നെ സംസാരിക്കാനും തൊടാനും പിടിക്കാനൊക്കെ പറ്റുമല്ലോ. ആണുങ്ങൾക്ക് അങ്ങനെയല്ലേ? ആണുങ്ങൾക്ക് പ്രത്യേക സാഹചര്യത്തിൽ പാണക്കാട് സാദിഖ് അലി സാഹിബും ഷാഫി പറമ്പിലും അബ്ദുസമദ് സമദാനി അതേപോലെ മുസ്ലിം ലീഗിന്റെ ഒക്കെ നേതാക്കന്മാരിന്റെ വേദിയിലെ ഇപ്പൊ ആണുങ്ങൾക്ക് കയറി ചെന്നുകാണ്ട് ഓളെ തൊടാനും പിടിച്ചാനും പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ, നിങ്ങൾക്ക് ഏത് നേരത്തും എപ്പോഴും പിടിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആണുങ്ങൾക്ക് വേദി ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആണുങ്ങളെ നിരാശപ്പെടുത്തരുത്, മനസ്സിലായാലും നിങ്ങൾക്ക്. അപ്പൊ എന്ത് ചെയ്യാ, അവസരത്തില് ഇങ്ങക്ക് എന്ത് ചെയ്യാ, ഏത് അവസരത്തിലും ഓളെ കാണും തൊടും പിടിച്ചൊക്കെ ചെയ്യാം. ആണുങ്ങൾക്ക് അങ്ങനെ പറ്റൂലേ. ഒരു ആഹ്ലാദ പ്രകടനത്തിന് ജീപ്പിന്റെ പുറത്തേക്ക് കൊത്തി പിടിച്ച് കയറിയാലേ മനുഷ്യന്മാർക്ക് ആണുങ്ങൾക്ക് ഓളെ തൊടാൻ പറ്റുള്ളൂ. ആ അവസരം പിന്നെ കിട്ടൂല. അപ്പൊ ആണുങ്ങൾക്ക് ഒരിക്കലും അവസരം നഷ്ടപ്പെടുത്തരുത്. അപ്പൊ നിങ്ങളൊന്നും മാറി നോക്കണം. നിങ്ങൾ ശരിക്കും പറയേണ്ടത് ഇപ്പൊ ആണുങ്ങൾ പോയി മുത്തിക്കൊണ്ടെന്നാ നിങ്ങൾ പറയേണ്ടത്. ഞങ്ങൾ സൗകര്യം പോലെ ഓളെ പോയി മുത്തിക്കൊണ്ടെന്നാ നിങ്ങൾ പറയേണ്ടത്. അജയന്റെ താത്ത, അത് ലീഗാണ് നിങ്ങൾക്ക് അറിയില്ല കഥ. അല്ല, താത്ത അതല്ല പറഞ്ഞത്. താത്ത പറഞ്ഞത് തഹ്ലിയനെ പോലത്തെ ആളുകള് ഏതെങ്കിലും പ്രസംഗ വേദിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടിയിലേക്കൊക്കെ വരുമ്പോൾ അവളെ ചുറ്റുപുറത്തും പിന്നെ അതായത് ഒരു നേതാവ് വരുമ്പോ അനുയായികളും ഒപ്പം ഉണ്ടാവുമല്ലോ. അപ്പൊ അവളെ ചുറ്റുപുറത്തും പെണ്ണുങ്ങൾ വരണം, ആണുങ്ങൾ നിൽക്കരുത്. ഇപ്പൊ വി.ഡി. സതീശൻ വരികയാണെങ്കിൽ അവന്റെ ബാക്കിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും. പിണറായി വിജയൻ വരികയാണെങ്കിൽ പിണറായി വിജയന്റെ ബാക്കിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും, പാർട്ടിക്കാരായിട്ട് ആളുകള്. അതിൽ സെക്യൂരിറ്റി ഉണ്ടാവും, PA ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് ആളുകൾ ഉണ്ടാവും. എന്നതുപോലെ തെഹ്ലിയ വരുമ്പോ തെഹ്ലിയയുടെ കൂടെ വരുന്ന ആളുകള് ആണുങ്ങളാവരുത്, പെണ്ണുങ്ങൾ ഒരു കൂട്ടമായിരിക്കണം. അപ്പൊ ഈ തെഹ്ലിയാനെ കാണാൻ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ആണ്ട് ചെല്ല, കൈ കൊടുക്കുക, കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാം. മറ്റേ ആണുങ്ങളാണെങ്കിൽ അതിന്റെ അടിയിൽ കൂടി പോയിട്ട് ഈ ആണുങ്ങളെ തിരക്കി പോയിട്ട് കൈ കൊടുക്കണ്ടേ. അപ്പൊ അത് താത്ത പറഞ്ഞത് ഒരു കണക്കിന് നല്ല കാര്യമാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലൊക്കെ പ്രസവ വാർഡിന്റെ അടുത്ത് നിൽക്കുന്ന അതിന് നിക്ക. അപ്പൊ മുഖ്യമന്ത്രി ആരാവും ഇങ്ങോട്ട്. ഏതായാലും വല്ലാത്തൊരു കഥ. ഏതായാലും പ്രസവമൊക്കെ നടക്കും. കുട്ടി ഉണ്ടാവുമോ തോന്നിയില്ല. കുട്ടിയില്ലാത്ത കോലപ്പൊ കാണുന്നത്. ആരും നിൽക്കാനില്ലല്ലോ. ഒരാൾ നിർത്തിയാൽ മറ്റാൾ പ്രശ്നം, മറ്റൊരാൾ നിർത്തിയാൽ മറ്റാൾക്ക് പ്രശ്നം, ലീഗർക്ക് വേറെ പ്രശ്നം, പല ആളുകൾക്കും പ്രശ്നങ്ങളാ. അപ്പൊ കുട്ടി ഉണ്ടാവില്ല. എനിക്ക് ഇതിലൊരു ബലമായ സംശയം എന്താ വെച്ചാല്, BJPയോട് കൂട്ടുകൂടി കോൺഗ്രസ് കേരളത്തില് നല്ല അട്ടിമറി നടത്തിയിട്ടുണ്ട്. അത് വോട്ടിംഗ് മെഷീനിലൂടെ മിക്കവാറും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ റിസൾട്ട് കിട്ടുന്നതിന് മുമ്പേ
100-ൽ കൂടുതൽ സീറ്റ് ഞങ്ങൾ നേടും, 12ഓളം മന്ത്രിമാര് തോൽക്കും എന്നൊക്കെ വളരെ ഇടയില്ലാതെ വി ഡി സതീശൻ പറഞ്ഞത്. അപ്പോ BJP-യുമായി ഒത്തിട്ട് നല്ല കള്ളക്കളി കേരളത്തിൽ നടന്നിട്ടുണ്ട്. വോട്ടിംഗ് മെഷീനിലൂടെ കള്ളക്കളി നടന്നിട്ടുണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ അത് ചർച്ചാ വിഷയമാകാതിരിക്കാൻ വേണ്ടി അതിനുള്ള കളിയാണ് ഇപ്പോ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ കളിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അടിയൊന്നും ഇല്ലെങ്കിൽ കേരളത്തിൽ ഇറങ്ങുന്ന മുഴുവൻ സോഷ്യൽ മീഡിയകളും ചർച്ച ചെയ്യല് ഈ ഒരു വോട്ട് തട്ടിപ്പിനെ കുറിച്ചാണ് ചർച്ച ചെയ്യല്. അപ്പൊ അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കളയണം. സോഷ്യൽ മീഡിയ, TV ചാനലുകള്, അതേപോലെ വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയയുടെ മുമ്പില് കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകം മാത്രമാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടി എന്നാണ് മനസ്സിലാകുന്നത്. അത് കർണാടകയിലുള്ള BJP നേതാക്കള് അവരാണ് ഇതിന്റെ ബാക്കിൽ ഈ വോട്ടിംഗ് മെഷീനിൽ കളിച്ചിട്ടുള്ളത്. മനസ്സിലായ? അതുകൊണ്ട് തന്നെ ഇലക്ഷൻ റിസൾട്ട് കിട്ടുന്നതിന് മുമ്പേ വി ഡി സതീശൻ അവരവിടെ പോയി കാണുന്നു, അവരായിട്ട് എന്താ പറയാ നല്ല സൗഹൃദം പങ്കിടുന്നു. അപ്പം ഇത് ഈ വോട്ടിംഗ് മെഷീനിൽ നടത്തിയ തിരിമറി കേരളത്തിലെ ജനങ്ങൾ അറിയാതിരിക്കുന്നതിന് വേണ്ടി, ജനങ്ങളുടെ കണ്ണില് പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തരികിട പരിപാടിയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനേക്കുള്ള ഈ അടിപിടി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആ നേതാക്കളോട് സഹകരിച്ച് അനുയായികളും തെരുവിലിറങ്ങി മൊത്തം ജനശ്രദ്ധ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അടിയിലേക്ക് പോയി. വോട്ടിംഗ് മെഷീനിൽ തിരിമറി ചെയ്തതോ, ഇല്ലെങ്കിൽ രമേശ് ചെന്നിത്തല NDA നേതാവ് VM ഫാറൂഖിനെ കണ്ടതോ, അദാനിയുടെ കീപ്പ് കിഷോർ അലുവയെ കണ്ടതോ ഒരു വിഷയമില്ല, ഒരു ചർച്ചയില്ലാതായി. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടിയാണ് ഇത് എന്നാണ് ബലമായ സംശയം. BJP-യുമായി ഒത്തിട്ട് നല്ല കള്ളക്കളി കേരളത്തിൽ നടന്നിട്ടുണ്ട്. വോട്ടിംഗ് മെഷീനിലൂടെ കള്ളക്കളി നടന്നിട്ടുണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ അത് ചർച്ചാ വിഷയമാകാതിരിക്കാൻ വേണ്ടി അതിനുള്ള കളിയാണ് ഇപ്പോ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ കളിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അടിയൊന്നും ഇല്ലെങ്കിൽ കേരളത്തിൽ ഇറങ്ങുന്ന മുഴുവൻ സോഷ്യൽ മീഡിയകളും ചർച്ച ചെയ്യല് ഈ ഒരു വോട്ട് തട്ടിപ്പിനെ കുറിച്ചാണ് ചർച്ച ചെയ്യല്. അപ്പൊ അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കളയണം. സോഷ്യൽ മീഡിയ, TV ചാനലുകള്, അതേപോലെ വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയയുടെ മുമ്പില് കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകം മാത്രമാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടി എന്നാണ് മനസ്സിലാകുന്നത്.